അപ്പോൾ ഇവിടെ എൻ്റെ മെയിൻ കളക്ഷനിൽ എക്സാമ്പിളിന് വേണ്ടി ഞാൻ 3 മെഷ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒരു മങ്കി, ഒരു ടോറസും പിന്നെ ഒരു കോണും. നിലവിൽ നമ്മൾ ഇപ്പോൾ ഉള്ളത് ഒബ്ജക്റ്റ് മോഡിലാണ്. ഈ ഒരു ഒബ്ജക്റ്റ് മോഡിൽ നമുക്ക് ഒരു മെഷിനെ നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം, മൂവ് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യാം, സ്കെയിൽ ചെയ്യാം. അതേപോലെ നമുക്ക് വേണമെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം, ഒരു മെഷിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനും പറ്റും. പക്ഷേ ഒരു സ്പെസിഫിക് മെഷ് നമുക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പ് മാറ്റണമെന്നുണ്ടെങ്കിൽ അതിനായി നമുക്ക് എഡിറ്റ് മോഡ് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ഈ ഒരു ടോറസ് സെലക്ട് ചെയ്ത് ഇവിടെ മുകളിൽ ഒബ്ജക്റ്റ് മോഡ് സെലക്ട് ചെയ്ത് ഈ ഡ്രോപ്പ് ഡൗണിൽ എഡിറ്റ് മോഡ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതേപോലെ ഈ ഒരു ടോറസിൻ്റെ ചുറ്റുമായി ഔട്ട്ലൈൻ കാണാൻ പറ്റും. ഇതിൻ്റെ ഷോർട്ട് കട്ട് കീ ആണ് ടാബ്. അപ്പോൾ നിങ്ങളുടെ കീബോർഡിൽ ടാബ് പ്രസ് ചെയ്താൽ ഒബ്ജക്റ്റ് മോഡും എഡിറ്റ് മോഡും തമ്മിൽ നിങ്ങൾക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ടാബ് പ്രസ് ചെയ്താൽ എഡിറ്റ് മോഡിൽ പോകും, വീണ്ടും പ്രസ് ചെയ്താൽ ഒബ്ജക്റ്റ് മോഡ്, എഡിറ്റ് മോഡ്, ഒബ്ജക്റ്റ് മോഡ്. ഈ ഒരു ഔട്ട്ലൈൻ നിങ്ങൾക്ക് കാണാനായി ഈ ഓവറിലെ എനേബിൾ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. എന്നാലേ നിങ്ങൾക്ക് ഈ ഔട്ട്ലൈൻ കാണാൻ പറ്റൂ. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഒരു ടോറസിൻ്റെ എഡിറ്റ് മോഡിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ ടോറസിൻ്റെ എഡിറ്റ് മോഡ് ഉള്ള സമയത്ത് നമ്മൾ ഈ കോണിനെയോ അല്ലെങ്കിൽ ഈ മങ്കീനെയോ സെലക്ട് ചെയ്താൽ അത് സെലക്ട് ആവില്ല. കാരണം ഈ ടോറസിൻ്റെ എഡിറ്റ് മോഡിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. ഈ എഡിറ്റ് മോഡ് സെലക്ട് ചെയ്ത് ഒബ്ജക്റ്റ് മോഡിൽ വന്ന ശേഷം ഈ കോണിനെ ഞാൻ സെലക്ട് ചെയ്ത് ഇതിൻ്റെ എഡിറ്റ് മോഡിൽ പോയാൽ നമുക്ക് ഈ കോണിൻ്റെ ഔട്ട്ലൈൻ കാണാൻ പറ്റും. പക്ഷേ ആ സമയത്ത് ഈ ടോറസോ മങ്കിയോ സെലക്ട് ചെയ്താൽ അത് സെലക്ട് ആവില്ല. കാരണം ഇതിപ്പോൾ കോണിൻ്റെ എഡിറ്റ് മോഡിലാണ് ഉള്ളത്. നമുക്ക് ഈ കോണിൻ്റെ ഐക്കൺ കാണാൻ പറ്റും. ഇതിപ്പോൾ എഡിറ്റ് മോഡിലാണുള്ളത്. ഞാൻ ടാബ് പ്രസ് ചെയ്ത് ഒബ്ജക്റ്റ് മോഡിൽ പോയാൽ ആ ഐക്കൺ അവിടെ നിന്ന് പോകും. പക്ഷേ വീണ്ടും ടാബ് പ്രസ് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഈ ഒരു കോണ് എഡിറ്റ് മോഡിലാണുള്ളതെന്ന്. അപ്പോൾ ഇനി വേണമെങ്കിൽ നമുക്ക് ഈ കോണിൻ്റെ ഷേപ്പ് നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓരോ വേർട്ടെക്സ് നമുക്ക് സെലക്ട് ചെയ്ത് ഇതിൻ്റെ ഷേപ്പ് നമുക്ക് വേണമെങ്കിൽ മാറ്റാം. ഇതിൻ്റെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത വീഡിയോയിൽ പോകുന്നതായിരിക്കും. പിന്നൊരു കാര്യം അറിയാനുള്ളത്, ഇപ്പോൾ നമ്മൾ ഈ ടോറസ്, ഉദാഹരണത്തിന് ഈ ടോറസിനെ എഡിറ്റ് മോഡിൽ പോയി ഈ ഒരു ടോറസിൻ്റെ എഡിറ്റ് മോഡിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു മെഷ് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഒരു ക്യൂബ് ആഡ് ചെയ്താൽ, അപ്പോൾ ഞാനിവിടെ ടോറസിൻ്റെ ഉള്ളിലാണ്, നമുക്ക് ഇവിടെ ഔട്ട്ലൈനിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ ടോറസിൻ്റെ ഉള്ളിൽ ഞാൻ ഈ ഒരു ക്യൂബിനെ ആഡ് ചെയ്തു. ഇനി ഞാൻ ഒബ്ജക്റ്റ് മോഡിൽ പോയാൽ ഈ ടോറസ് സെലക്ട് ചെയ്യുമ്പോൾ ഇതോടൊപ്പം തന്നെ ഈ ക്യൂബും സെലക്ട് ആവും. കാരണം ടോറസിൻ്റെ ഉള്ളിൽ ഉള്ള മെഷാണ് ഈ ക്യൂബ്. അപ്പോൾ ഈ കോണ് സെലക്ട് ചെയ്താൽ ഈ കോണ് സെലക്ട് ആവും. ടോറസ് സെലക്ട് ചെയ്താൽ ഇതോടൊപ്പം തന്നെ നമ്മുടെ ക്യൂബും സെലക്ട് ആവും. അപ്പോൾ ഈ ഒബ്ജക്റ്റ് മോഡിൽ ഈ ടോറസിനെ നമ്മൾ സ്കെയിൽ ചെയ്താലോ റൊട്ടേറ്റ് ചെയ്താലോ അല്ലെങ്കിൽ മൂവ് ചെയ്താലോ അതോടൊപ്പം തന്നെ ഈ ക്യൂബും അതേപോലെ ട്രാൻസ്ഫോം ആവുന്നതായിരിക്കും. ഇനി ഈ ക്യൂബിനെ നിങ്ങൾക്ക് ഈ ടോറസിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് മോഡിൽ പോവാം. ഈ ക്യൂബിനെ ആദ്യം സെലക്ട് ചെയ്യണം. ഇത് സെലക്ട് ചെയ്യാൻ ഷോർട്ട് കട്ട് കീ ഉണ്ട്, എല്ലാണ്. നിങ്ങളുടെ കീബോർഡിൽ L പ്രസ് ചെയ്താൽ ഈ കണക്റ്റഡ് ആയിട്ടുള്ള മെഷ് എല്ലാം സെലക്ട് ആവും. അപ്പോൾ ഷിഫ്റ്റ് L പ്രസ് ചെയ്താൽ ഡീസെലക്ട്, L പ്രസ് ചെയ്താൽ സെലക്ട്. നിങ്ങൾക്ക് അതേപോലെ നിങ്ങൾക്ക് ടോറസ് വേണമെങ്കിൽ സെലക്ട് ചെയ്യാൻ പറ്റും. L പ്രസ് ചെയ്താൽ ആ കണക്റ്റഡ് ആയിട്ടുള്ള ടോറസ് മെഷ് മാത്രം സെലക്ട് ആവും. അപ്പോൾ ഇവിടെ നമുക്ക് ടോറസ് വേണ്ട, അപ്പോൾ ഷിഫ്റ്റ് L പ്രസ് ചെയ്ത് ഞാൻ ക്യൂബ് മാത്രം സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്ത ശേഷം P ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ കീബോർഡിൽ P ക്ലിക്ക് ചെയ്താൽ സെപ്പറേറ്റ് കാണും. അതിൽ നിങ്ങൾക്ക് സെലക്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സെലക്ഷൻ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ക്യൂബ് ഇപ്പോൾ വേറൊരു ഒബ്ജക്റ്റാണ്, വേറൊരു മെഷാണ്, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ ക്യൂബിന് റിനെയിം ചെയ്യാം. അപ്പോൾ ഇത് ടോറസിൽ നിന്നും സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റായി മാറി. അപ്പോൾ ഒബ്ജക്റ്റ് മോഡും എഡിറ്റ് മോഡും തമ്മിലുള്ള വ്യത്യാസം വളരെ ഈസിയാണ്. ഒബ്ജക്റ്റ് മോഡിൽ നമുക്ക് ഓരോ മെഷ് നമുക്ക് വേണമെങ്കിൽ മെയിൻലി റൊട്ടേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഓരോ ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ അതിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ എഡിറ്റ് മോഡിൽ നിങ്ങൾക്ക് ഒരു മെഷിൻ്റെ ഷേപ്പ് അല്ലെങ്കിൽ വേർട്ടെക്സ്, എഡ്ജ്, ഫേസ് മോഡിഫൈ ചെയ്യാനാണ് മെയിൻലി എഡിറ്റ് മോഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ടോപ്പിക്കിൽ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.